പൊള്ളുന്ന ഈ തിരഞ്ഞെടുപ്പ് ചൂണ്ടിടയിലും നമ്മളെ പൊള്ളിക്കുന്ന ചില വാർത്തകൾ ഈ മണിക്കൂറിൽ കടന്നു വരുന്നത്. ആലപ്പുഴയിൽ നിന്നാണ് അത്തരമൊരു വാർത്ത. ദൃശ്യം മോഡൽ കൊലപാതകമാണോ എന്ന സംശയം ഉയർത്തുന്ന തരത്തിൽ സഹോദരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സഹോദരനെ സംശയിക്കുന്ന സ്ഥിതിയാണ് എന്നാണ് പ്രാഥമികമായ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. വീടിനകം കുഴിച്ച് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നു. രഘുനാഥ് നാരായൺ ചെന്നു. രഘു, ഈ ദൃശ്യം മോഡൽ കലാപം എന്നൊരു പ്രയോഗമായി മാറിയിട്ടുണ്ട്. ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത തരത്തിൽ ചിലയിടങ്ങളിൽ അത് സംഭവിക്കുന്നുമുണ്ട്. ഇവിടെ അത് പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ? നിലവിൽ ഉറപ്പിച്ചിട്ടില്ല. കാരണം പോലീസിന്റെ ചോദ്യം ചെയ്യൽ നടപടികൾ തുടരുകയാണ്. ഒപ്പം തന്നെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തേക്ക് പ്രതിയെന്ന് സംശയിക്കുന്ന ആളുമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഡിവൈഎസ്പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇയാളുടെ പേര് ബെന്നി. പൂങ്കാവ് പള്ളിക്ക് സമീപം, പൂങ്കാവ് പള്ളിക്ക് പുറകിൽ ദേശീയപാതയോട് ഒരു 2-3 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി കടൽപ്പുറത്തോട് ചേർന്നുള്ള സ്ഥലത്താണ് പൂങ്കാവ് എന്ന് പറയുന്നത്. ആ പൂങ്കാവ് പള്ളിക്ക് സമീപമാണ് ബെന്നിയുടെ വീട്. നമുക്ക് ബെന്നിയെ ഇപ്പോൾ കൊലപാതകം നടന്ന വീടിനകത്തേക്ക് പോലീസ് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്ന വീട്ടിലാണ് കൊലപാതകം നടന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ നിഗമനം. ബെന്നിയും സഹോദരിയുമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. അവർ തമ്മിൽ ഉണ്ടായ വാക്കേറ്റത്തിനിടയിൽ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ബെന്നിയുടെ നിലവിലെ മൊഴി. ഇന്ന് രാവിലെയാണ് ബെന്നി സഹോദരിയുടെ മകളോട് ഇക്കാര്യം പറയുന്നത്. ഒരു കയ്യബദ്ധം സംഭവിച്ചു പോയി എന്നുള്ള തരത്തിൽ സഹോദരിയുടെ മകളോട് ഇക്കാര്യങ്ങൾ പറയുകയും രാവിലെ മുതൽ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. പിന്നീട് നടപടിക്രമങ്ങൾ, അതായത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ തെരഞ്ഞെടുപ്പായതുകൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ സ്വാഭാവികമായിട്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തിരക്കായതുകൊണ്ടാണ് നടപടിക്രമങ്ങൾ ഉച്ചവരെ നീളാനുള്ള കാരണം. എന്തായാലും പോലീസ് എത്തി മൃതദേഹം പുറത്തെടുക്കാനുള്ളൊരു നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് കൊല്ലപ്പെട്ട ആളുടെ പേര് റോസമ്മ എന്നാണ്. കൊലപാതകി എന്ന് സംശയിക്കുന്ന ആളുടെ പേര് ബെന്നി എന്നാണ്. ബെന്നിയും റോസമ്മയും സഹോദരങ്ങളാണ്. റോസമ്മ വിവാഹിതയാണ്, 2 കുട്ടികളുണ്ട്. അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു പോയിട്ട് കാലം കുറേയായി. അവർ കഷ്ടപ്പെട്ട് മക്കളെയൊക്കെ വളർത്തിയെങ്കിലും പിന്നീട് മക്കളൊന്നും അവരെ നോക്കിയിരുന്നില്ല. അതുകൊണ്ട് ഒരു ജീവിതത്തിന്റെ വയസ്സുകാലത്തൊരു കൂട്ട് വേണം എന്നവർ ആഗ്രഹിക്കുകയും അവരൊരു ബ്രോക്കർമാരോടൊക്കെ പറഞ്ഞ്, വിവാഹ ദലാളോടൊക്കെ പറഞ്ഞ് വിവാഹങ്ങൾ ആലോചിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അവർ കൈനഗിരിയിലുള്ള ഒരാളുമായി വിവാഹം ഉറപ്പിച്ചു. മെയ് 1-ാം തീയതി വിവാഹം നടക്കാനുള്ളൊരു തീരുമാനത്തിലേക്കായിരുന്നു റോസമ്മ എത്തിയത്. എന്നാൽ ആങ്ങളയ്ക്ക് ഇതിൽ എതിർപ്പുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇവരുടെ മക്കൾക്കും മറ്റു ബന്ധുക്കൾക്കും ചില ബന്ധുക്കൾക്കും എതിർപ്പുണ്ടായിരുന്നു. അതിനെ തുടർന്നുണ്ടായ തർക്കത്തിനിടയിൽ റോസമ്മ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ നിഗമനം. പോലീസ് ഇക്കാര്യങ്ങളൊന്നും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. രാവിലെയാണ് ബെന്നി, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ, ബന്ധുവിനോട് ഇത്തരത്തിലൊരു കയ്യബദ്ധം പറ്റി, റോസമ്മയെ ഞാൻ കൊന്ന് വീടിന് സമീപം കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ളൊരു മൊഴി ബന്ധുവിനോട് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ വീട്ടിൽ പരിശോധന നടത്താൻ വേണ്ടി കൊലപാതകി എന്ന് സംശയിക്കുന്ന ബെന്നിയുമായി എത്തിയിരിക്കുന്നത്.